ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് പ്രതിഭ ക്വിസ്. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായിരുന്ന കേരളത്തിലെ വനിത ആരാണ്? ഉത്തരം KR ഗൗരിയമ്മയാണ് ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായിരുന്ന കേരളത്തിലെ വനിത. 1948 തിരുവിതാംകൂറിൽ നടന്ന പ്രഥമ തെരഞ്ഞെടുപ്പ് മുതൽ 2011 വരെ നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ച വ്യക്തി ആരാണ്? ഉത്തരം KR ഗൗരിയമ്മയാണ് 1948 മുതൽ 2011 വരെ നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ച വ്യക്തി. കേരള നിയമസഭയിലേക്ക് 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് വിജയിച്ച ഏക വ്യക്തി K കരുണാകരനാണ്. ഏത് വർഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹത്തിന് ഈ വിജയം നേടിക്കൊടുത്തത്? ഉത്തരം 1982 കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് K കരുണാകരൻ 2 മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ചത്. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം പട്ടൻ താണുപിള്ളയായിരുന്നു കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി. 1957 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളുമായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വിജയിച്ചത്? ഉത്തരം 60 സീറ്റുകളുമായാണ് 1957 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വിജയിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം EMS നമ്പൂതിരിപ്പാടായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി. എന്നാണ് EMS നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം 1957 ഏപ്രിൽ 5. ഏത് സമരത്തെ തുടർന്നാണ് 1959 കേന്ദ്ര സർക്കാർ കേരളത്തിലെ ആദ്യ സർക്കാരിനെ പിരിച്ചുവിട്ടത്? ഉത്തരം വിമോചന സമരത്തെ തുടർന്നാണ് 1959 കേന്ദ്ര സർക്കാർ കേരളത്തിലെ ആദ്യ സർക്കാരിനെ പിരിച്ചുവിട്ടത്. രാജ്യസഭാ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാള കവി ആരാണ്? ഉത്തരം G ശങ്കരക്കുറുപ്പാണ് രാജ്യസഭാ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാള കവി. കേരളത്തിലെ ആദ്യത്തെ നിയമസഭയിൽ എത്ര സീറ്റുകൾ ഉണ്ടായിരുന്നു? ഉത്തരം 126 സീറ്റുകളായിരുന്നു കേരളത്തിലെ ആദ്യത്തെ നിയമസഭയിൽ ഉണ്ടായിരുന്നത്. KPCCയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? ഉത്തരം K മാധവൻ നായരായിരുന്നു KPCCയുടെ ആദ്യത്തെ സെക്രട്ടറി. ഇന്ത്യയിൽ സംസ്ഥാനങ്ങളിലെ ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം രാഷ്ട്രപതിയാണ് ഇന്ത്യയിൽ സംസ്ഥാനങ്ങളിലേക്ക് ഗവർണറെ നിയമിക്കുന്നത്. കേരള നിയമസഭയിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തോടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം G കാർത്തികേയനാണ് കേരള നിയമസഭയിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തോടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയ റവന്യൂ മന്ത്രി ആരാണ്? ഉത്തരം KR ഗൗരിയമ്മയാണ് കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നിയമസഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ പദവി വഹിച്ചത് ആരാണ്? ഉത്തരം സുഗതകുമാരിയായിരുന്നു സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ പദവി വഹിച്ചത്. കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഉത്തരം ക്ലിഫ് ഹൗസ് എന്നാണ് കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത്. UN അസംബ്ലിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച വനിത ആരാണ്? ഉത്തരം മാതാ അമൃതാനന്ദമയാണ് UN അസംബ്ലിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച വനിത. കേരള നിയമസഭയിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം തോമസ് ഐസക് ആണ് കേരള നിയമസഭയിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത്. എന്റെ ബാല്യകാല സ്മരണകൾ ഏത് മുഖ്യമന്ത്രിയുടെ ആത്മകഥയുടെ പേരാണ്? ഉത്തരം C അച്യുത മേനോന്റെ ആത്മകഥയുടെ പേരാണ് എന്റെ ബാല്യകാല സ്മരണകൾ. ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം ഉമേഷ് റാവു. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചത് ആരാണ്?
ഉത്തരം ആർ ശങ്കർ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി. കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം എ കെ ആന്റണിയാണ് കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ ആദ്യ കേരള മുഖ്യമന്ത്രി. കേരള നിയമസഭയിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഉത്തരം ആയിഷ ബായി ആയിരുന്നു കേരള നിയമസഭയിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ. ലീഡർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരള മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം കെ കരുണാകരനാണ് ലീഡർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരള മുഖ്യമന്ത്രി. പഞ്ചാബ് ഗവർണറായി നിയമിക്കപ്പെട്ട കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം പട്ടം താണുപിള്ളയാണ് പഞ്ചാബ് ഗവർണറായി നിയമിക്കപ്പെട്ട കേരള മുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടിന്റെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ് EMS നമ്പൂതിരിപ്പാടിന്റെ മുഴുവൻ പേര്. ഭൂപരിഷ്കരണ നിയമം മന്ത്രിസഭ പാസാക്കിയപ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം EMS നമ്പൂതിരിപ്പാടായിരുന്നു ഭൂപരിഷ്കരണ നിയമം മന്ത്രിസഭ പാസാക്കിയപ്പോൾ കേരള മുഖ്യമന്ത്രി. കേരളത്തിൽ മുസ്ലിം ലീഗിൽ നിന്നും മുഖ്യമന്ത്രിയായ ഏക വ്യക്തി ആരാണ്? ഉത്തരം CH മുഹമ്മദ് കോയയാണ് കേരളത്തിൽ മുസ്ലിം ലീഗിൽ നിന്ന് മുഖ്യമന്ത്രിയായ ഏക വ്യക്തി. കേരള നിയമസഭ അംഗമായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി ആരാണ്? ഉത്തരം റോസമ്മ പുന്നൂസ് ആണ് കേരള നിയമസഭ അംഗമായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ EMS ഏത് മണ്ഡലത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം നീലേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് 1957 തെരഞ്ഞെടുപ്പിൽ EMS നമ്പൂതിരിപ്പാട് വിജയിച്ചത്. 1957 EMS മന്ത്രിസഭയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. സമ്മതിദായകരുടെ ദേശീയ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഉത്തരം ജനുവരി 25 സമ്മതിദായകരുടെ ദേശീയ ദിനമായി ആചരിക്കുന്ന ദിവസം. 1957 EMS മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം 11 അംഗങ്ങളായിരുന്നു 1957 EMS മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായിരുന്ന വനിത ആരാണ്? ഉത്തരം KR ഗൗരിയമ്മയായിരുന്നു ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായിരുന്ന വനിത. കേരള മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം ഉപമുഖ്യമന്ത്രിയുടെ പദവി വഹിച്ചത് ആരാണ്? ഉത്തരം CH മുഹമ്മദ് കോയയാണ് കേരള മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉപമുഖ്യമന്ത്രിയായി പദവി വഹിച്ചത്. കേരളത്തിന്റെ 12ാമത്തെ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം പിണറായി വിജയനാണ് കേരളത്തിന്റെ 12ാമത്തെ മുഖ്യമന്ത്രി. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.